വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആയുസിൻ്റെ 50% നമ്മൾ ശ്വസിക്കുന്ന ഈ അശുദ്ധ വായു കാർന്ന് തിന്നുന്നുണ്ട്. നമുക്കറിയാം, ഹൈറേഞ്ച് മേഖല പറയും, ഇടുക്കി മേഖല ഏറ്റവും നല്ല വായു കിട്ടുന്ന സ്ഥലമാണെന്നൊക്കെ പറയും, ചുമ്മാ പറയുന്ന. അവിടെ ഏലകൃഷിയും അതുപോലെ തന്നെ ഈ പച്ചക്കറി കൃഷിയൊക്കെ വന്നതിന് ശേഷം വെള്ളവും വായുവൊക്കെ അവിടെയും ഭയങ്കരമായിട്ടും വിഷമയമാണ്. നമ്മുടെ ഈ നഗരപ്രദേശങ്ങളിലേക്ക് വന്നാലോ ഇവിടെ അതിനേക്കാളും കഷ്ടം. ഇവിടുന്ന് അല്പസമയം ഒന്ന് വെളുത്തി ഒരാൾ ബൈക്ക് ഓടിച്ചിട്ട് തിരിച്ചു വന്നാൽ കറുത്തിരിക്കും. ചെറുപ്പക്കാർ പറയും, ഞാൻ ജനിച്ചപ്പം വെളുത്തതായിരുന്നു, ബൈക്ക് ഓടിച്ച് ഇങ്ങനെയായി പോയതാ. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ഭയങ്കര പൊല്യൂഷനാണ് എവിടെ തിരിഞ്ഞാലും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവാം. നമ്മുടെ ആയുസിൻ്റെ 50% നശിപ്പിച്ച് കളയുന്ന വായുവിനെതിരെ അല്ലെങ്കിൽ ഈ പൊല്യൂഷനെതിരെ നമ്മളൊരു സമരം ചെയ്യാൻ പോവുകയാണ്. സമരം ഇതാണ്: ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ 1 മാസത്തേക്ക് നമ്മളാരും ശ്വസിക്കുന്നില്ല. ഈ നിമിഷം മുതൽ ഇനി 1 മാസത്തേക്ക് നമ്മളാരും ഇതിനെതിരെ സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വസിക്കുന്നില്ല. ചിറ്റൂർധ്യാന കേന്ദ്രത്തിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു ഭ്രാന്തുള്ളവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഹല്ലേലൂയ. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും എഗ്രി ചെയ്തില്ല. എഗ്രി ചെയ്തോ? 1 മാസത്തേക്ക് നമുക്ക് ശ്വാസം അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഈ പ്രാണവായുവിനെ ത്യജിച്ചുകൊണ്ട് സമരം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും എഗ്രി ചെയ്തില്ല. മനസ്സിൽ ചിരിച്ചു. എന്തിട്ട് ഭ്രാന്താപ്പാ പറയാൻ പോകുന്നത്? എൻ്റെ കാരണം, നിങ്ങൾ എഗ്രി ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾ ആരും ഇതിനോട് ഒരു തരി പോലും അനുഭാവപൂർണമായ ഒരു മനോഭാവം പോലും പുലർത്താതിൻ്റെ കാരണം എന്താ? എന്തു വിഷമാണെങ്കിലും ഈ സാധനം ശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു സംശയമില്ല. നമുക്കറിയാം, ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഉടനെ തന്നെ അവർക്ക് ഓക്സിജൻ കൊടുക്കും. വെന്റിലേറ്ററിലൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും ഈ ഓക്സിജനൊക്കെ കൊടുത്ത് ഇയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. കാശ് കൊടുത്ത് നമ്മൾ ഓക്സിജൻ വാങ്ങിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം: ഈ പറയുന്ന പ്രാണവായു ഇല്ലാതെ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റിയല്ല, ജീവിച്ചിരിക്കാൻ പറ്റിയല്ല, സാധ്യമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നതുപോലെ ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രാണവായുക്കളാണ് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും മാതാവിനോടുള്ള ഭക്തിയും. ക്രൈസ്തവ ജീവൻ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചാൽ വിശുദ്ധർ പറയും, യഥാർത്ഥ ക്രിസ്ത്യാനിയെ അറിയണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ 2 കാര്യം ചെയ്താൽ മതി. 1, ആ വ്യക്തിക്ക് ദിവ്യകാരുണ്യത്തോട് ഭക്തി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 2, മാതാവിനോട് ഭക്തി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ 2 കാര്യങ്ങളുള്ള വ്യക്തികൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളായി നിൽക്കുന്ന ഈ ദിവ്യകാരുണ്യ ഭക്തിയും മരിയ ഭക്തിയും പലപ്പോഴും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവഗണിക്കുന്നത്. ആരെങ്കിലും ഓടി വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുക, മാതാവ് യേശുക്രിസ്തു കയറി വന്ന കാളവണ്ടിയാ, അല്ലെങ്കിൽ കോഴിമുട്ടയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞകത്തിരുന്ന മുട്ടത്തൊണ്ടിന് വല്ല പ്രാധാന്യമുണ്ടോ? അത്രയേ ഉള്ളൂ യേശുവിൻ്റെ ജീവിതത്തിൽ മാതാവിനുള്ള പ്രാധാന്യം. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മാതാവിനോടുള്ള നമ്മുടെ സ്നേഹം, മാതാവിനോടുള്ള നമ്മുടെ ഭക്തി ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോവുക. കാരണം എന്താ? നമ്മൾ വിശ്വസിക്കുന്ന ഇല്ലെങ്കിൽ നാം പിന്തുടരുന്ന ഈ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ മാതാവിനോടുള്ള ഭക്തിയുടെ അർത്ഥവും ആഴവും എന്താണെന്ന് ആർക്കറിയാൻ പാടില്ല, നമുക്കറിയാൻ പാടില്ല. ഇപ്പം ശ്വാസോച്ഛ്വാസം നിർത്തിവെച്ചുകൊണ്ട് നമുക്ക് 1 മാസം സമരം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഭ്രാന്താണ്. കാരണം എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നമ്മൾ ശ്വസിക്കുന്ന ഈ പ്രാണവായുവിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാണവായുവാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാതാവിനോടും ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി. അഭിഷേകർ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മാതാവിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ മാതാവിനെക്കുറിച്ച്
അവരും ഇവരും ഒക്കെ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. മരിയഭക്തിയുടെ പ്രാധാന്യം, നമ്മുടെ ഈ ശാരീരിക ജീവൻ നിലനിർത്താൻ പ്രാണവായുവിന് എന്തു പ്രാധാന്യം ഉണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം അവെയറാണോ, അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മരിയഭക്തിക്കുള്ള പ്രസക്തിയെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കും. മരിയഭക്തിയുടെ പ്രസക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ നിങ്ങൾ മൂക്ക് കുത്തി ശ്വാസം നിർത്തിയല്ലാത്തതുപോലെ മാതാവിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മാതാവിന്ന് ഓടിപ്പോവുകയല്ല. അഭിഷേകർ പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകർ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇനി ഒരു ചോദ്യം ചോദിച്ചിട്ട്, ആരാ ക്രിസ്ത്യാനി? ക്രിസ്ത്യാനി ആരാ? ക്രിസ്തീയ വീട്ടിൽ ജനിച്ചതുകൊണ്ട് അപ്പനും അമ്മയും കൊണ്ട് മാമോദിസ മുക്കിയത് കൊണ്ട് ആയിപ്പോയ ഒരു വ്യക്തിയാണ് ബ്രദറെ ക്രിസ്ത്യാനി. ആണോ ക്രിസ്ത്യാനി? അല്ല. ആരാ ക്രിസ്ത്യാനി? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയും, ഇനിമേൽ ഞാനല്ല, ആരാണ് എന്നിൽ ജീവിക്കുക? ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുക. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവാണ് സെയിൻറ്റ് അഗസ്റ്റിൻ. അദ്ദേഹം വിശ്വാസ സമൂഹത്തെ, അദ്ദേഹത്തിൻ്റെ രൂപതയിലെ മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, അല്ലയോ ക്രിസ്ത്യാനി, നീ ക്രിസ്ത്യാനി അല്ല, നീ ക്രിസ്തുവാ. അപ്പോൾ ക്രിസ്ത്യാനി ആരാ? ക്രിസ്ത്യാനി ആരാന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു. ആരാ ക്രിസ്ത്യാനി? ക്രിസ്തുവാണ്, ഇല്ലെങ്കിൽ ക്രിസ്തുവാകാൻ വിളിക്കപ്പെട്ടവനാണ്. കൊറിന്ത്യസ് ലേഖനം 1-ാം അധ്യായം 1 കൊറിന്ത്യസ് 1:2 വാക്യം, യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും. അപ്പം നമ്മൾ ആരാണ്? യേശു ക്രിസ്തുവിൽ വിശുദ്ധർ, ഇല്ലെങ്കിൽ എന്താകാൻ വിളിക്കപ്പെട്ടവരാണ്? വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ആരാകാൻ വിളിക്കപ്പെട്ടവരാണ്? വിശുദ്ധരാകാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധരാകാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. വിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ആരാവുക എന്നർത്ഥം? വിശുദ്ധരെല്ലാം ആരെ അനുകരിച്ചത്? ക്രിസ്തുവിനെ അനുകരിച്ചവരാണ് വിശുദ്ധർ. ഇല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം ജീവിച്ച് കാണിച്ചവർ, ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തവർ. അപ്പോൾ ക്രിസ്തുവിനെ അനുകരിച്ചവർ, ഇല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റൊരു ക്രിസ്തുവായി മാറിയവരാണ് ആര്? വിശുദ്ധർ. അങ്ങനെയെങ്കിൽ വിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു അർത്ഥം പറഞ്ഞേ. വിശുദ്ധരാവുക എന്നതിൻ്റെ മറ്റൊരർത്ഥം, വിശുദ്ധരാവുക എന്നർത്ഥം എന്താ? ആരാവുക എന്നർത്ഥം? ക്രിസ്തു ആവുക എന്നർത്ഥം. വിശുദ്ധരാവുക എന്ന് പറഞ്ഞ സമം. അപ്പോൾ അഗസ്തീനോസ് പുണ്യാളൻ തൻ്റെ രൂപതയിലെ അംഗങ്ങളെ, അല്ലയോ ക്രിസ്ത്യാനി, നീ ക്രിസ്ത്യാനി അല്ല, ക്രിസ്തുവാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ക്രിസ്ത്യാനിയുടെ ശബ്ദം എവിടെ ഉയരുന്നോ അവിടെ ആരുടെ ശബ്ദം ഉയരുന്നത്? ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹം തുടർന്ന് പറയും, ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ആരുടെ സാന്നിധ്യമാണ്? ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ആദിമസഭയിൽ ക്രിസ്ത്യാനികളെ കണ്ടിട്ടാണ് ക്രിസ്തുമതത്തിലേക്കും ക്രിസ്തുവിലേക്കും വിജാതിയർ ആകൃഷ്ടരായത്. ക്രിസ്ത്യാനിയുടെ ജീവിതം കണ്ടിട്ടാണ് വിജാതിയർ ക്രിസ്തുവിലേക്കും ക്രിസ്തുമതത്തിലേക്കും ആകൃഷ്ടരായത്. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇനി അടുത്ത കാര്യം, ഇനി ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മൾ ക്രിസ്തുവാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് നാം ക്രിസ്തു ആകണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. 1 കൊറിന്ത്യസ് 6:15. 1 കൊറിന്ത്യസ് 6-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം ഇങ്ങനെ പറയും, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുക, എൻ്റെ കുഞ്ഞെ, നിന്റെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? അപ്പോൾ ക്രിസ്ത്യാനി സമം ആരുടെ അവയവമാണ്? ആരുടെ അവയവം? ക്രിസ്തുവിൻ്റെ അവയവം. എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാണെങ്കിൽ അപ്പോൾ ശരിക്കും എൻ്റെ സ്വഭാവം ആരുടെ സ്വഭാവമായി മാറണം? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ സ്വഭാവമല്ല, ശരിക്കും എൻ്റെ സ്വഭാവം ആരുടെ സ്വഭാവമായി മാറണം? ക്രിസ്തുവിൻ്റെ സ്വഭാവമായി മാറണം. വിഷയം നീ ഹല്ലേലൂയ. അപ്പോൾ മാമോദിസായിൽ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമായി തീർന്നിരിക്കുന്ന ഈ ശിശുവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. മാമോദിസയിലെ പ്രാർത്ഥനയാണ്. ആരുടെ ശരീരത്തിൻ്റെ അംഗമായി? മാമോദിസയുടെ നമ്മളൊക്കെ ആരുടെ ശരീരത്തിൻ്റെ അംഗമായി? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി. അഭിഷേകർ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുക, എൻ്റെ കുഞ്ഞെ, നീ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? വീണ്ടും എഫേസസ് ലേഖനം 5-ാം അധ്യായം 30-ാം തിരുവചനം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ മാതാവിലേക്ക് വരികയാണ് ഇതൊക്കെ ചിന്തിച്ചിട്ട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്.
അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരു സ്ഥലത്ത് ചോദിച്ചു. വീണ്ടും വചനം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഉറപ്പിച്ച് പറയുകയാണ് ദൈവത്തിൻ്റെ വചനം, നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം പറയും, ശ്രദ്ധിച്ച് കേൾക്കാം. എന്താണ് നമ്മൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം പറയുകയാണ്, ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. നമ്മൾ അവയവങ്ങൾ, നമുക്ക് ഒരു ശിരസ്സുണ്ട്, അതാരാ? ക്രിസ്തുവാണ്. നമ്മൾ അവയവങ്ങൾ, നമ്മുടെ ശിരസ്സാരാണ്? ക്രിസ്തുവാണ്. എന്നിട്ട് പൗലോസ് 4:30 ഇങ്ങനെ പറയും, 4:12 സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നിങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനിയുടെ വളർച്ച ശിരസ്സായ ക്രിസ്തുവിലേക്കുള്ള വളർച്ചയാണ്. അഭിഷേകത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ശിരസ് ക്രിസ്തു ആണല്ലോ, അവയവങ്ങൾ നമ്മൾ ഓരോരുത്തരും. ശിരസിൻ്റെ അമ്മ ആരാ? ശിരസ് ആരാന്ന് പറഞ്ഞു നമ്മൾ. ശിരസ് ആരാ? ക്രിസ്തു. ക്രിസ്തുവിൻ്റെ അമ്മ ആരാ? പരിശുദ്ധ മാതാവ്. സംശയമില്ലല്ലോ, ഒരു സംശയം. ഇപ്പം പറഞ്ഞ കാര്യത്തിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. ക്രിസ്തു ശിരസ്, ശിരസിൻ്റെ അമ്മ മറിയം. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശിരസിൻ്റെ അമ്മ മറിയം. നമ്മൾ വചനത്തിലൂടെ കേട്ടത് എന്താ? ക്രിസ്തു ശിരസും നിങ്ങൾ ആ ശിരസിലെ അവയവങ്ങളും. അപ്പൊ ക്രിസ്തുവിൻ്റെ അമ്മ അല്ലെങ്കിൽ ശിരസിൻ്റെ അമ്മ മറിയമാണെങ്കിൽ സ്വാഭാവികമായും അതിലെ അവയവങ്ങളായ നമ്മുടെ അമ്മയും ആര് തന്നെ? മറിയം തന്നെ. പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? ശിരസിൻ്റെ അമ്മ എല്ലാവരും അംഗീകരിക്കും, ക്രിസ്തുവിൻ്റെ അമ്മയാണ് ആര്? മറിയം. ആ ബൈബിളിൽ തന്നെയല്ല, ഈ എതിർക്കുന്നവരും ഇതേ ബൈബിളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുകയാണ് ശിരസിൻ്റെ അമ്മ മറിയമാണ്, അതിലെ അവയവങ്ങളാണ് ഞാനും നിങ്ങളും. നമുക്കറിയാം ഒരമ്മയും തല മാത്രം പ്രസവിക്കുന്നു, ഒരമ്മ തല പ്രസവിക്കുന്നു, വേറൊരമ്മ കാല് പ്രസവിക്കുന്നു, വേറൊരമ്മ കൈ പ്രസവിക്കുന്നു. അവസാനം ഡോക്ടർ അതെല്ലാം കൂടെ പറക്കി സെറ്റ് ചെയ്ത് നമ്മുടെ രൂപത്തിലാക്കുവാണ് ഇത്. ശിരസിൻ്റെ അമ്മ തന്നെയാണ് അവയവങ്ങളുടെയും അമ്മ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ ആരുടെ അമ്മയാണ്? എൻ്റെ അമ്മയും കൂടെ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയതുകൊണ്ട് ഇനി വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ഇപ്രകാരമാണ് സഭാമാതാവ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുക. 2-ാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭ 53 ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ശിരസായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ, കേൾക്കണം, ശിരസായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹം നിമിത്തം സഹകരിച്ചതിനാൽ അവൾ സകല അംഗങ്ങളുടെയും മാതാവത്രേ. ശിരസായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹം നിമിത്തം സഹകരിച്ചതിനാൽ അവൾ സകല അംഗങ്ങളുടെയും മാതാവത്രേ. ഇവിടെ എന്ത് മനസ്സിലായി ഇത് വായിച്ചപ്പം? ശിരസായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായ നമ്മെ സ്നേഹം നിമിത്തം സഭയിൽ ജനിപ്പിക്കുന്നത് ആരാന്നാ പറഞ്ഞേ? മാതാവ്. ഇനി ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിപ്പോൾ പറഞ്ഞു ശിരസായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി നമ്മെ സഭയിൽ ജനിക്കാൻ സ്നേഹനിമിത്തം മറിയം സഹകരിച്ചതിനാൽ മറിയം സകല അംഗങ്ങളുടെയും മാതാവത്രേ. മറിയം നമ്മുടെ എല്ലാവരുടെയും അമ്മയാണെന്ന് പറയും. ഇതിൻ്റെ ഒരു ദൈവശാസ്ത്രം, ഇത് അഗസ്റ്റിൻ്റെ വാക്കുകളാണ്. ഇതിനെക്കുറിച്ച് അഗസ്റ്റിൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുക, രക്ഷപ്രാപിക്കേണ്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടേണ്ടവർ മനുഷ്യപുത്രനോട് അനുരൂപരാകണം. ശ്രദ്ധിച്ച് കേൾക്കണം, ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണം എൻ്റെ മക്കൾ പ്ലീസ്. രക്ഷപ്പെടേണ്ടവർ ആരെ പോലെ ആകണം? മനുഷ്യപുത്രനോട് അനുരൂപരാകണം. നമ്മൾ പറഞ്ഞു ക്രിസ്ത്യാനി ആരാകാൻ വിളിക്കപ്പെട്ടവനാണ്? ക്രിസ്തുവാകാൻ വിളിക്കപ്പെടും. ഇവിടെ പറയുകയാണ്, അപ്പം നമ്മുടെ രക്ഷ ഞാനും നീയും നിത്യത സ്വന്തമാക്കണമെങ്കിൽ ആരെ പോലെ ആകണം? മനുഷ്യപുത്രൻ ആരാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ പോലെ ആകണം. അപ്പോൾ രക്ഷപ്പെടേണ്ടവർ ആരെ പോലെ ആകണം? ക്രിസ്തുവിനെ പോലെ ആകണം. ഒരു സംശയവുമില്ല. അപ്പോൾ വിശുദ്ധിയിലുള്ള വളർച്ച
എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ പുണ്യപൂർണ്ണതയിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ആരിലേക്കുള്ള വളർച്ച? ക്രിസ്തുവിലേക്കുള്ള വളർച്ച. അത് എൻ്റെ ജീവിതം കണ്ടാൽ മറ്റുള്ളവർ ആരെ കാണാൻ തുടങ്ങണം? ക്രിസ്തുവിനെ കാണാൻ തുടങ്ങണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. എൻ്റെ സ്വരം കേൾക്കുന്നവർ ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കണം. എൻ്റെ സാന്നിധ്യം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി മാറുമ്പോൾ ശിരസായ ക്രിസ്തുവിലേക്ക് ഞാൻ എല്ലാവിധത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പകസിന്റെ വാക്കുകൾ അങ്ങനെയാണ്: രക്ഷപ്പെടേണ്ടവൻ മനുഷ്യപുത്രനോട് അനുരൂപരാകണം. ഈ അനുരൂപണ പ്രക്രിയ എങ്ങനെയാണ്, എവിടെയാണ് നടക്കുന്നതെന്ന് അഗസ്ത്യൻ പറയും. ഞാനും നീയും മനുഷ്യപുത്രനോട് അനുരൂപരാകേണ്ടതിന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറിയത്തിൻ്റെ കന്യകാ ഉദരത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. മാതാവിനോടുള്ള മരിയ ഭക്തിയുടെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. ഞാനും നീയും യേശുവിനെ പോലെ ആകാൻ ഞാനും നീയും ഈ ലോകത്തിലായിരിക്കുമ്പോൾ എവിടെ സൂക്ഷിക്കപ്പെടുന്നു? മറിയത്തിൻ്റെ കന്യകാ ഉദരത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. അദ്ദേഹം പറയും, ഈ നല്ല മാതാവിൽ നിന്ന് സംരക്ഷണവും സഹായവും പോഷണവും സ്വീകരിച്ച് നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വളരുന്നു. അവസാനം നീതിമാന്മാരുടെ ജന്മദിനത്തിൽ ഈ അമ്മ നമുക്ക് എവിടെ ജന്മം നൽകും? നിത്യതയിൽ ജന്മം നൽകും. അഭിഷേകർ പറഞ്ഞേ ഹല്ലേലൂയ. ഇതുവരെ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു നിർത്തിയത്? ഞാനും നീ രക്ഷപ്പെടണമെങ്കിൽ ആരെ പോലെ ആകണം? ക്രിസ്തുവിനെ പോലെ. ക്രിസ്തുവിനെ പോലെ ആകാൻ പിതാവായ ദൈവം എന്നെയും നിന്നെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാതാവിൻ്റെ കന്യക ഉദരത്തിൽ. എന്തിനു വേണ്ടിയാണ് മാതാവിൻ്റെ കന്യക ഉദരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്? യേശു കടന്നു വന്ന വഴി ഏതാ? പറ. യേശു വന്ന വഴി ഏതാ? മറിയം എന്ന വഴിയിലൂടെയാണ്. ഞാനും നീയും യേശു ആകുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ട വഴി ഏത് തന്നെ? മറിയം എന്ന വഴി. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവെ ആരാധന. അതുകൊണ്ട് പറയാണ്, ഞാനും നീയും രക്ഷപ്പെടണമെങ്കിൽ, ഞാനും നീയും സ്വർഗം എന്ന നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ യേശുവിനെ പോലെ ആകണം. യേശുവിനെ പോലെ ആകേണ്ടതിന് എന്നെയും നിന്നെയും പിതാവായ ദൈവം യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയിൽ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? മറിയത്തിൻ്റെ കന്യകാ ഉദരത്തിൽ. അഭിഷേകം പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാം. ഇവിടെ നമ്മൾ കുരിശിൻ്റെ ചുവട്ടിലൊരു രംഗം കാണുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ വചനം. ഇവിടെ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും കുരിശിന് ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു. എന്നാ പറഞ്ഞു? ഇതാ നിന്റെ മകൻ. ഇവിടെ ആദ്യം ആരെയാണ് കൈയേൽപ്പിക്കുന്നത്? അമ്മയുടെ കയ്യിൽ ആരെ പിടിച്ചേൽപ്പിച്ചു? യോഹന്നാനെ ഏൽപ്പിച്ചു. അമ്മയുടെ കയ്യിൽ എന്ത് ചെയ്തു? യോഹന്നാനെ ഏൽപ്പിച്ച്. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം മാതാവിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാതാവിനെ തീറ്റിപ്പോറ്റുക എന്നൊരു ഉദ്ദേശമായിരുന്നെങ്കിൽ ഈശോ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം മാതാവിനെ പിടിച്ച് ആരുടെ കൈ കൊടുക്കണമായിരുന്നു? ആരുടെ കൈ കൊടുക്കണമായിരുന്നു? യോഹന്നാൻ്റെ കൈ കൊടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ ചെയ്തേക്കുന്നേ? യോഹന്നാനെ പിടിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? എന്തിനാ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചെയ്തത്? അതിൻ്റെ കാരണം ഇപ്പം നമ്മൾ അതിൻ്റെ കാരണമാണ് തൊട്ട് മുമ്പ് നമ്മൾ കേട്ട കാര്യം. എന്താ കേട്ടേ? എന്നെയും നിന്നെയും ആരെ പോലെയാക്കാൻ. യോഹന്നാൻ്റെ അമ്മ സലോമിയാണ്. യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരുന്നു യാക്കോബ്. കർത്താവിന് വേണ്ടി ശിഷ്യന്മാരിൽ ആദ്യം കൊല്ലപ്പെട്ടയാളാണ് യാക്കോബ്. ഒട്ടകത്തിൻ്റെ മുട്ടുള്ള മനുഷ്യൻ എന്നാണ് യാക്കോബ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ മുട്ടുകുത്തി നീണ്ട മണിക്കൂറുകൾ അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒട്ടകത്തിൻ്റെ മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ ഒരുപാട് മുട്ടുകുത്തി ഇതിങ്ങനെ കിടക്കയിരിക്കുക എഴുന്നേക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒട്ടകത്തിൻ്റെ മുട്ട വലിയ തഴമ്പുണ്ട്. അതുപോലെ ഒട്ടകത്തിൻ്റെ മുട്ടുള്ള മനുഷ്യൻ എന്നാണ് യാക്കോബിനെ വിളിച്ചത്. അതുപോലെ മുട്ടുകുത്തി ദീർഘമണിക്കൂറുകൾ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. സെരഗോഗ സ്പെയിനിൽ മാതാവ് ആദ്യം ജീവിച്ചിരുന്നപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ടത് യാക്കോബിനാണ്. പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അമ്മ ആ സമയത്ത് ജെറുസലേമിലാണ്. യാക്കോബ് ഈ സെരഗോഗ എന്ന സ്ഥലത്ത് സുവിശേഷം പ്രഘോഷിക്കുകയാണ്. പക്ഷെ ഫലമൊന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി. അദ്ദേഹം മുട്ടുകുത്തി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച സമയത്ത് ഇദ്ദേഹത്തെ ശക്തിപ്പെടുത്താൻ, ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാതാവ് ഇദ്ദേഹത്തിന് മുമ്പിൽ ആദ്യം ജീവിച്ചിരുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യാക്കോബ് അല്ലെങ്കിൽ യോഹന്നാൻ്റെ അമ്മ സലോമി, സഹോദരൻ യാക്കോബ്. എന്നിട്ടും കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ്റെ കയ്യിൽ
മാതാവിനെ ഏൽപ്പിക്കുന്നത്. ഇതിലൂടെ എന്താ ഈശോ ചെയ്തത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലരുടെയും മാതാവായി ആരെ ഉയർത്തി? പരിശുദ്ധ അമ്മയെ ഉയർത്തി. എന്തിനു വേണ്ടി? എന്തായിരുന്നു മാതാവിനെ ഈ സകലരുടെയും അമ്മ എന്ന ദൗത്യത്തിലേക്ക് ഉയർത്തിയപ്പോൾ പിതാവായ ദൈവം നിശ്ചയിച്ച പദ്ധതി എന്താ? എന്നെയും നിന്നെയും എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ പോലെ ആക്കുക എന്ന വലിയ ദൗത്യമാണ് അമ്മയെ ഏൽപ്പിച്ചത്. അപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ മാതാവിൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്, അവസാനിക്കുകയാണ് ചെയ്തത്? ആരംഭിക്കുക ചെയ്ത്. എന്താ ദൗത്യം? എന്നെയും നിന്നെയും തൻ്റെ കന്യക ഉദരത്തിൽ വഹിച്ച് ആരെ പോലെ ആക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാതാവിനോട് സ്നേഹം തോന്നാൻ വേറെ ഒരു കാരണവും വേണ്ട. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ക്രിസ്തുവിൽ മാമോദിസ ഏറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിലേക്കുള്ള വളർച്ചയിലാണ്, അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തു ആകാനുള്ള വളർച്ചയിലാണ്. ആ വളർച്ച എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആരുടെ കന്യക ഉദരത്തിൽ? മറിയത്തിൻ്റെ കന്യക ഉദരത്തിൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനും നീയും ഇപ്പോൾ ആരുടെ കന്യക ഉദരത്തിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? അവിടെ ഞാനും നീയും ആരെ പോലെ വളരുക? യേശുവിനെ പോലെ വളരുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് മാതാവിനെ വേണ്ട, മാതാവിനെ തള്ളി പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? വയറ്റി കിടന്നുകൊണ്ട് അമ്മയുടെ വയറെ ചവിട്ടിക്കൊണ്ട് പറയാം, എടി തള്ള എനിക്ക് നിന്നെ ആവശ്യമില്ല. വയറ്റി കിടന്നുകൊണ്ട് അമ്മയുടെ വയറെ ചവിട്ടിക്കൊണ്ട് കുഞ്ഞു പറയും, എനിക്ക് നിന്നെ ആവശ്യമൊന്നുമില്ല. എന്നതുപോലെ തന്നെയാണ് എന്നെയും നിന്നെയും ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് മറ്റൊരു ക്രിസ്തു ആക്കാൻ വേണ്ടി പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം സ്വീകരിച്ച് എന്നെയും നിന്നെയും തൻ്റെ കന്യക ഉദരത്തിൽ വഹിച്ച് യേശുവിനെ പോലെ ആക്കുകയാണ് ഈ പ്രിയ മാതാവ്. യേശുവിൻ abiders, നന്മ പൂർണ്ണരാം യേശുവിൻ abiders, സ്നേഹയോഗ്യരാം യേശുവിൻ abiders. സത്യസന്ധരാം യേശുവിൻ abiders. വിശ്വംശേഷ സ്തുതിയായിരിക്കട്ടെ. ഞാൻ സെബാസ്റ്റ്യൻ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിലെ സെക്കൻഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ചെറുപ്പം മുതൽക്കേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് സന്തോഷം എന്താണെന്ന് അറിയണം. കാരണം വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ അങ്ങനെയായിരുന്നു. ചെറുപ്പം മുതലേ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അനുഭവിച്ച് സന്തോഷം എന്താണെന്ന് അറിയാണ്ട് വളർന്നൊരു കുഞ്ഞായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലേക്ക് സന്തോഷം തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചിറ്റൂർ ധ്യാനേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വരുന്നത്. അതിനു മുന്നേ ഞാൻ പ്യുവർ സെയ്ത്താനിക് സോങ്സ് ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. സെയ്ത്താനിക് സോങ്സിനോട് ഭയങ്കര അഡിക്ഷനായിരുന്നു എനിക്ക്. എറണാകുളം പരിസര പ്രദേശങ്ങളിലൊക്കെ കുറേ ഷോസൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു എൻ്റെത്. എനിക്ക് മെയിനായിട്ട് വേണ്ടത് സന്തോഷമായിരുന്നു. ഞാൻ സന്തോഷം തേടിയായിരുന്നു ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ധ്യാനേന്ദ്രത്തിൽ കൊണ്ടുവരുന്നത്. അതുവരെ ഞാൻ കേട്ടിരുന്നത്, നിന്നൊന്നും കൊണ്ടൊന്നിനും കൊള്ളൂല, നീയൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, നീയൊക്കെ ഭൂമിക്ക് ഭാരമാണ്, നീയൊക്കെ വെറുതെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, പോയി ചത്തൂടെ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോണ്ടിരുന്നത്. സാധാരണ വ്യക്തികളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ടു, നീ എത്ര പാപിയാണെങ്കിലും ഈശോയ്ക്ക് നിന്നെ വേണമെന്ന്, ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്, ഈശോ തൻ്റെ ചങ്ക് പറിച്ചു തന്ന് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഞാൻ സന്തോഷം എന്താണെന്ന്, റിയൽ സന്തോഷം എന്താണെന്ന് ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നാൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ. സെയ്ത്താനിക് സോങ്സ് ഞാൻ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തു. അന്ന് നടന്ന ആരാധനയിൽ ഞാൻ എൻ്റെ അഹങ്കാരത്തെയും ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു. അപ്പോൾ അന്ന് ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നു യഥാർത്ഥ സന്തോഷം എന്താണെന്ന്. അന്ന് എനിക്കൊരു ഉത്തരം കിട്ടി. ഞാൻ ഇത്രയും നാളും അലഞ്ഞ് തിരിഞ്ഞ് തേടി നടന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പേരാണ് യേശു ക്രിസ്തു എന്ന്. അന്ന് ഞാൻ യഥാർത്ഥ ഹാപ്പിനെസ് എന്താണെന്ന് അറിഞ്ഞു. അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞാൻ സെയ്ത്തനിക് സോങ്സ് പിന്നെ പാടിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രാർത്ഥിക്കാനും, ചെറുപ്പം മുതലേ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ, ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് ഞാൻ വളർന്നതെങ്കിലും എൻ്റെ കസിൻസൊക്കെ ഇങ്ങനൊരു ആ ഒരു മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വഴിയിലേക്ക് ഡൈവേർട്ടായി പോയത്. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് മാതാവിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. മാതാവിനോട് അമ്മ ഭയങ്കര മരിയഭക്തയാണ്, പക്ഷേ എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല. എന്താ പറയണ്ടേ, ഒരു താല്പര്യം ഉണ്ടായില്ല. ഇതൊക്കെ വെറുതെ പ്രഹസനമല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരു വാക്ക് കേട്ടു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രി ലേഖനത്തിലെ ഒരു വാക്കാണ്. ഇങ്ങനെയാണ് പറയുന്നത്: എ ക്രിസ്ത്യൻ വിത്തൗട്ട് മേരി ഈസ് ആൻ ഓർഫൺ. മറിയമില്ലാത്തൊരു ക്രിസ്ത്യാനി അനാഥനാണ്. ഇതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ
മാതാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. എനിക്ക് മനസ്സിലാക്കി തരണേ. കൊന്തയെല്ലാം തുടങ്ങി. മാതാവിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. മാതാവിനോട് കൂടുതൽ അടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഏതൊക്കെ രീതിയിലാണോ ജീവിച്ചത് അതിൻ്റെ എല്ലാം സൈഡ് എഫക്ട്സ് ഇനി തിരിച്ചു വരുമോ, അതായത് ഞാൻ ഇനിയും സൈത്തനിക് മ്യൂസിക്കിലേക്ക് പോകുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു ഉറപ്പ് കിട്ടി മാതാവിൻ്റെ കൂടെ ചേർന്ന് നിന്നപ്പോൾ, ഇനി ഞാൻ എന്തായാലും സാത്താന് വേണ്ടി പാടില്ല, ഈശോയ്ക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ. അന്ന് ആ തീരുമാനം എടുത്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കി യഥാർത്ഥ സന്തോഷം എന്താണെന്ന്. ഈ മ്യൂസിക് പാടുമ്പോൾ അല്ലെങ്കിൽ സൈത്തനിക് മ്യൂസിക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റേജിൽ ഞാൻ അനുഭവിച്ചിരുന്ന ഒരു ഫേക്കായ ഒരു ജോയ് ഉണ്ടായിരുന്നു, ഫേക്കായിട്ടുള്ള ഒരു ആനന്ദം. പക്ഷെ അത് റിയൽ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഓരോ അബൈഡിലും ഓരോ ആൾത്താര ശുശ്രൂഷകളിലും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി പാടുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ഇന്നൊരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ സന്തോഷത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ തേടി നടന്ന സന്തോഷത്തിനും സ്നേഹത്തിനുമല്ല എനിക്കൊരു ഉത്തരം കിട്ടി. അത് യേശു ക്രിസ്തു മാത്രമാണെന്ന്. വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ പ്രാർത്ഥനയാണിത്. ഓ മറിയമേ എൻ്റെ അമ്മേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു. ഇതിലൊരു പാട്ടുണ്ട്, അത് പാടുകയാണ് ഞാൻ. അതെന്നെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചൊരു പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ്: വാഴ്ക മാതാവേ ദൈവ മാതാവേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു. വാഴ്ക മാതാവേ ദൈവ മാതാവേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു.